ഹായ് ഗൈസ്, ഞാനിങ്ങനെ ഇരുന്നപ്പോൾ പപ്സ് ഉണ്ടാക്കാൻ ഓർത്തു. നമ്മൾ പപ്സിൻ്റെ ഷീറ്റെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കണത്. അത്രയും സോഫ്റ്റ്നെസ് ഉണ്ട്, അത് മുറിക്കുമ്പോൾ കറുമുറാന്നിരിക്കണം. അങ്ങനെ ഞാൻ മാവെല്ലാം ഒരു ബൗളെടുത്ത് അതിലേക്കിട്ട് കുറച്ച് എണ്ണ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ, കുറച്ച് ഉപ്പ്, 1 കപ്പ് വേണ്ട, മാവ് എടുക്കുന്നതനുസരിച്ച് വേണം. ഞാൻ 1 കപ്പ് ഒഴിച്ച് മാവ് പുളിഞ്ഞേന്നായിപ്പോയി. മീൻസ് പരത്താൻ പറ്റുന്നില്ല, അത് ഭയങ്കര കട്ടിയായി, മീൻസ് ലൂസായിപ്പോയി. ഞാൻ എന്ത് ചെയ്ത് കുറച്ചും കൂടെ മാവിട്ടപ്പോൾ മാവ് കൂടിപ്പോയി. നിങ്ങൾക്ക് അനുസരിച്ച് മാവിട്ടാൽ മതി, ഇല്ലെങ്കിൽ എന്നെ പോലെ അബദ്ധം പറ്റും. പിന്നെ ഇത് നമ്മൾ പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മാവെടുക്കുക, കുഴയ്ക്കുക, അങ്ങോട്ട് അവരോടുള്ള ദേഷ്യം മാവിനോടങ്ങ് തീർക്കുക. അങ്ങ് അടിച്ച് പരത്തി നീളത്തിലും വട്ടത്തിലും അങ്ങ് ദേഷ്യം അങ്ങ് തീർക്കുക. അതാകുമ്പോൾ മാവ് സോഫ്റ്റാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിലോട്ട് ദേഷ്യം കുറയും. ഇതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ തൂത്ത് കൊടുക്കണം. ഡ്രൈ അനുസരിച്ച് നമ്മൾ ഇച്ചിരി കൂടെ എണ്ണ തൂത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ പരത്തണം. എന്നിട്ട് എനിക്ക് വന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ചെയ്യുമ്പം എല്ലായിടത്തും ഒരേ കണക്ക് നീളവും ഒരേ കണക്ക് വണ്ണം വേണം. എനിക്ക് വന്നത് ചില സ്ഥലത്ത് നീളം കൂടുതലും ചില സ്ഥലത്ത് വണ്ണം കൂടുതലും അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഒരിക്കലും ചെയ്യലത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. പിന്നെ നമ്മൾ ഇച്ചിരി വണ്ണം കുറച്ച് മുറിക്കണതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഇച്ചിരി മാവിന് റൗണ്ടായിപ്പോയി, കുറച്ചധികം മാവ് അതിൽ കൂടിപ്പോയി. ഇത്രയൊന്നും വേണ്ട. അത് ഷീറ്റ് കൂടുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഇത് വേഗം ഇച്ചിരി പാടാവും. എനിക്ക് വന്ന അബദ്ധമാണ്. നിങ്ങളത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇത്രയും ചെയ്യാൻ മടിയുള്ളവർ ഷീറ്റ് മേടിച്ചുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് പിന്നെ 1.25 മണിക്കൂർ 1 മണിക്കൂർ എങ്കിലും ഒരു വെള്ള ഷീറ്റോ എന്തെങ്കിലും ഇട്ടത് മൂടി വെക്കണം. ഡ്രൈ ആവാൻ പാടില്ല ഒരിക്കലും. പിന്നെ ഞാൻ നല്ലപോലെ പരത്തി. എനിക്ക് വന്ന അബദ്ധം എന്ന് വെച്ചാൽ, ഈ ഷീറ്റ് ഇത്രയും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആ ഉണ്ട അത്രയും ആവാൻ പാടില്ല. അപ്പം 4-5 മടക്കേ പാടുള്ളൂ. ഇത് എനിക്ക് 5-6 മടക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഉള്ളിൽ വേകാൻ ഇച്ചിരി പാടായി. പിന്നെ മസാല എല്ലാവർക്കും അറിയാമല്ലോ, സബോള വാട്ടുക, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ചിക്കൻ മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത്രയൊക്കെ ഉള്ളൂ അതിൽ. എന്നിട്ട് ഒരു മുട്ട പുഴുങ്ങി ഹാഫായിട്ട് മുറിച്ച് വെക്കുക. എന്നിട്ട് മടക്കി വെക്കുക. ഇങ്ങനെ മടക്കല്, ഇച്ചിരി ഗ്യാപ്പിട്ട് മടക്കണം. ആ മടക്കിലും വേകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും ഇത്. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മുട്ട തേച്ച് കൊടുക്കണം. എന്നാലേ ഉള്ളു ഒരു കടിക്കുമ്പോൾ സൗണ്ട് വേണ്ടേ,